നമസ്കാരം. ചൈനയിലെ വൻമതിലിന് നേരെ ദഗ്ധമായ പിൻഭാഗം കാണിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ജപ്പാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ 2 ആഴ്ച തടവിലിട്ട ശേഷം നാടുകടത്തി. ജപ്പാൻ സ്വദേശികളായ യുവതിയും യുവാവുമാണ് ചൈനീസ് അധികൃതരുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചൈനയെയും രാജ്യത്തിന്റെ പൈതൃകത്തെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് നടപടിയെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. വൻമതിലിൽ നിതംബം പ്രദർശിപ്പിച്ച് ചിത്രം പകർത്തിയ 20കാരായ വിനോദസഞ്ചാരികൾക്കെതിരെയാണ് കടുത്ത നടപടി സ്വീകരിച്ചത്. ബീജിംഗിലെ ലോക പൈതൃക കേന്ദ്രത്തിനടുത്ത് വെച്ചായിരുന്നു ഇരുവരുടെ മോശ പ്രവൃത്തി. യുവാവാണ് വൻമതിലിന് നേരെ തന്റെ പിൻഭാഗം കാണിച്ചത്. യുവതിയാണ് ഇതിന്റെ ചിത്രവും വീഡിയോയും പകർത്തിയത്. സംഭവം അറിഞ്ഞതോടെ യുവതിക്കും യുവാവിനുമെതിരെ കടുത്ത പ്രതിഷേധമാണ് ചൈനയിലെങ്ങും ഉയർന്നത്. പഴയ കാലത്തിൽ നിന്ന് ജപ്പാൻ ഇതുവരെ മാറിയിട്ടില്ലെന്നതിന് തെളിവാണ് യുവതി പകർത്തിയ ചിത്രങ്ങൾ എന്നായിരുന്നു കൂടുതൽ പേരും ആരോപിച്ചത്. ഇതിനെ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തത്. എന്നാൽ തങ്ങൾ ചൈനയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വെറും തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നുമാണ് യുവതിയും യുവാവും പറയുന്നത്. എന്നാൽ ആരും ഇത് മുഖവിലയ്ക്ക് എടുത്തില്ല. തമാശയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ഇങ്ങനെ ചെയ്തതെന്നാണ് ജപ്പാൻ എംബസിക്ക് ഇവർ എഴുതി നൽകിയ വിശദീകരണത്തിലും പറയുന്നത്. ചൈനയിൽ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നവരെ കർശന ശിക്ഷയ്ക്ക് വിധേയരാക്കാറുണ്ട്. ദമ്പതികളെ ശിക്ഷിച്ച നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഈ വർഷം ജനുവരി 3-നാണ് സംഭവം നടന്നതെന്ന് ടോക്കിയോ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ട് ചിത്രം പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. ശരീരത്തിന്റെ അരയ്ക്ക് താഴെയുള്ള ഭാഗം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് ചൈനയിൽ കുറ്റകരമാണ്. സംഭവത്തിൽ ബീജിംഗിലെ ജാപ്പനീസ് എംബസി പ്രതികരിച്ചിട്ടില്ല. തങ്ങൾ ചെയ്തത് വെറും തമാശയ്ക്കായിരുന്നുവെന്ന് സഞ്ചാരികൾ ജാപ്പനീസ് എംബസിയോട് പറഞ്ഞെന്ന് റിപ്പോർട്ടുകളുണ്ട്. വൻമതിലിൽ നിന്നുകൊണ്ടാണ് സഞ്ചാരികൾ ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്നതിനാൽ രാജ്യത്ത് ഇരുവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. വൻമതിലിനോട് ചെയ്ത ഏറ്റവും നാണംകെട്ട കാര്യമെന്നാണ് ചൈനീസ് നടൻ ചെൻ യിനിയാൻ പ്രതികരിച്ചത്. ജപ്പാനിൽ നിന്നുള്ള സഞ്ചാരികളെ വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ബീജിംഗിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ബാഡ്ലിംഗിലാണ് വൻമതിലിന്റെ വളരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഭാഗം. ചൈനയിൽ എത്തുന്ന വിദേശ സഞ്ചാരികൾ ഇവിടെയാണ് സന്ദർശിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നതും ഇവിടമാണ്. 20,000 കിലോമീറ്റർ നീളമുള്ള വൻമതിലിന്റെ വളരെ മനോഹരമായ ഭാഗമാണിത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.